നാട്ടിൽ വന്നാലും ഉമ്മാന്റെ സ്ഥിരം പരാതി എന്താന്ന് വെച്ചാൽ ആടുന്നോ പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടെ വന്നാലെങ്കിലും പുറക്കടങ്ങി. ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നതിന്റെ റീസൺ ഇതാ ഈ ഒരാളാണ്, നമ്മുടെ കൂട്ടത്തിലെ ആദ്യത്തെ കുട്ടി. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് സ്പെഷ്യൽ. ഋഷുവിന്റെ ഫസ്റ്റ് ടൈം ഡെലിവറി എക്സ്പീരിയൻസ് കേട്ടപ്പോൾ തന്നെ നമ്മളൊക്കെ കിളി. അത് കേട്ട് ഇപ്പോഴൊന്നും കല്യാണം വേണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്ന നമ്മൾ. അതുമല്ല, നമ്മൾ ഇപ്പോഴൊന്നും ആരും കല്യാണം കഴിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് വേറെ കാര്യം. അങ്ങനെ ഞങ്ങളൊരു 2-3 മാസത്തെ ഗോസിപ്പ് ഒറ്റയടിക്ക് പറഞ്ഞു തീർത്തിട്ട് അവിടുന്ന് മെല്ലെ ഇറങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് നൊസ്റ്റാളജി അടിച്ച് കയറിയിട്ട് നേരെ മാഹി വോക്ക് വേയിലോട്ടേക്ക് വിട്ടു. ആടെ പ്രത്യേകിച്ച് കാണാനെന്ന് പറയാനൊന്നും ഇല്ല, പക്ഷെ എന്തെങ്കിലും പണി വേണ്ടേ. പണ്ട് നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തൊട്ടേന് പിടിച്ചതിന് മാഹി വോക്ക് വേയിരുന്നു. ഇവിടെ കയറാണ്ട് ഒരു പരിപാടിയും നടക്കും. അങ്ങനെ അവിടെയും കുത്തിട്ട് നമ്മൾ കുറച്ച് നേരം ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഒന്ന് ചർച്ച ചെയ്ത്. നിങ്ങൾക്കറിയാം, ഇതാണ് നമ്മുടെ മാഹിയുള്ള കൺസേർട്ട്. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ മാഹിയിൽ എന്തോ കോൺസേർട്ടൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെതാണ് നിങ്ങൾ ഇപ്പം കണ്ടത്. അങ്ങനെ ബീച്ചിലൊക്കെ ഇറങ്ങി അവിടെ സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. അതെല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു റിങ് എടുത്തിട്ട് ഫൈൻഡ് ദ റിങ് ചലഞ്ച് എന്ന്, അതും സിൽവർ റിങ്. അങ്ങനെ അതിന്റെ ബാക്കിൽ കളിച്ച് അങ്ങനെ തപ്പിപ്പിടിച്ച് ലാസ്റ്റ് അത്. ഇനി ഇവിടെ നിന്ന് അതിനും ബാക്കി കളി കളിക്കുന്നോണ്ട് മെല്ലെ ആടുന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് വിട്ടാൽ പിന്നെ മാസങ്ങൾക്ക് ശേഷമായിട്ടായിരിക്കും അടുത്ത കാണൽ. എല്ലാവർക്കും ഇത് കിട്ടണം, എല്ലാവരും നാട്ടിൽ ഒരുമിച്ചുണ്ട്. ഇന്നത്തേക്ക് എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.